രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ പീഡനക്കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി മറ്റന്നാൾ. അതുവരെ കടുത്ത നടപടി പാടില്ലെന്ന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വ്യക്തമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തുവെന്നാണ് പരാതിക്കാരുടെ മൊഴി. ബലാത്സംഗം ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു ആക്രമണം. ലൈംഗിക അതിക്രമത്തിന് ശേഷം വിവാഹം ചെയ്യാനാകില്ല എന്നറിയിച്ചെന്നും മൊഴി. മനീഷ് മഹിവാലുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മനീഷ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ പരാതിയുമായി ബന്ധപ്പെട്ട കോടതി നടപടികളുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി മറ്റന്നാൾ ഉണ്ടാകും. മനീഷ് മഹിബാൽ തിരുവനന്തപുരത്ത് നിന്ന്. മനീഷ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? രണ്ടാമത്തെ കേസിലാണ് നിലവിൽ 10-ാം തീയതി ഈ കേസിന്റെ വിധി, അതായത് മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അതിന്റെ വിധി പറയുന്നത്. അതുവരെയും അറസ്റ്റ് അല്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് പോകാൻ പാടില്ല എന്ന് കോടതിയുടെ നിർദ്ദേശമുണ്ട്. ഒപ്പം തന്നെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ അനുചിതമാണെന്ന് കൂടി കോടതി പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആദ്യത്തെ കേസിൽ 15 വരെയാണ് കോടതി അറസ്റ്റ് തടഞ്ഞിട്ടുള്ളത്. 15-ാം തീയതി ഈ കേസിൽ ആദ്യത്തെ കേസിൽ വിധി പറയും. മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും. ഇതേ കോടതി തന്നെയായിരുന്നു ആദ്യത്തെ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. ഇന്നത്തെ കോടതി ഇന്ന് അതായത് പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദങ്ങൾ പൂർണ്ണമായി കേട്ടു. ഇന്ന് പ്രോസിക്യൂഷൻ പ്രധാനമായും നിരത്തിയത് ഈ പെൺകുട്ടിയിൽ നിന്നും ഇന്നലെ ഈ കേസ് അന്വേഷിക്കുന്ന AIGG പൂങ്കുഴലി നടത്തിയിട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി മൊഴി രേഖപ്പെടുത്തിയതിന് മൊഴിയുടെ വിശദാംശങ്ങൾ ഇന്ന് കോടതിയിൽ അതായത് രഹസ്യ സ്വഭാവത്തോടെ രഹസ്യ മൊഴിയെ തന്നെ കോടതിയിൽ ഹാജരാക്കി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആദ്യത്തെ കേസിനേക്കാൾ കൂടുതൽ ഗുരുതര സ്വഭാവമുള്ളതാണ് രണ്ടാമത്തെ കേസ് എന്നുള്ള കാര്യമാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയത്. കാരണം ഈ പെൺകുട്ടി നേരിട്ടത് ബ്രൂട്ടലായിട്ടുള്ള റേപ്പാണ്. ശരീരമാസകലം മുറിവേൽപ്പിക്കുകയും പിന്നീട് ഈ പ്രതി ആദ്യം വിവാഹ വാഗ്ദാനം നൽകിയെങ്കിലും പീഡനത്തിന് ശേഷം പിന്നീട് ആ വിവാഹ വാഗ്ദാനം നിരസിക്കുകയും അത് മാറ്റിവെക്കുകയും പിന്നീട് ഈ പെൺകുട്ടിയെ പിന്തുടർന്ന് പെൺകുട്ടിയുടെ വീട്ടിലൊക്കെ തന്നെ വീട്ടിന്റെ വാതിക്കലിൽ വാഹനത്തിലെത്തി പിന്തുടർന്ന് തനിക്കൊപ്പം വരണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചതായും ഒപ്പം തന്നെ തങ്ങൾക്കൊരു കുഞ്ഞ് വേണം എന്നുള്ള വിചിത്രമായ കാര്യങ്ങൾ ആവശ്യപ്പെട്ടു അടക്കമുള്ള കാര്യങ്ങൾ ഈ പെൺകുട്ടി കോടതിയിൽ അറിയിച്ചു. ഒപ്പം തന്നെ പെൺകുട്ടിക്ക് നിലവിൽ ഈ കേസുമായി മുന്നോട്ട് പോകുന്നതിൽ ഭയമുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് കോടതിയിൽ ബോധിപ്പിച്ചിട്ടുള്ളത്. ഈ കേസിൽ നിർണായകമായിട്ടുള്ള കാര്യം ബുധനാഴ്ചയാണ്. കഴിഞ്ഞ മാസം 27 മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. ഇപ്പോഴും ഈ അന്വേഷണ സംഘം ബാംഗ്ലൂരിൽ നിന്നും ആദ്യത്തെ സംഘം മടങ്ങി വന്നിട്ടുണ്ട്. രണ്ടാമത്തെ സംഘം നാളെയോടുകൂടി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടാൻ അല്ലെങ്കിൽ നിരീക്ഷണം ഉറപ്പിക്കാൻ വേണ്ടി രണ്ടാമത്തെ സംഘം നാളെ തന്നെ ബാംഗ്ലൂരിലേക്ക് പോകുന്ന വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. ഈ രണ്ടാമത്തെ കേസിൽ ബുധനാഴ്ച കൂടി മുൻകൂർ ജാമ്യാപേക്ഷ തടഞ്ഞാൽ പിന്നീട് 15-ാം തീയതി ആദ്യത്തെ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുക. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഇനി മറ്റന്നാളിന് ശേഷം വളരെ കടുത്ത നിലപാടിലേക്ക് അല്ലെങ്കിൽ നീക്കത്തിലേക്ക് അന്വേഷണ സംഘം പോകും എന്നുള്ള തീരുമാനമുണ്ട്. എന്താണ് നിലവിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് രാഹുലിനെ സഹായിക്കുന്ന ആളുകളിലേക്കും നിരീക്ഷണം നിലവിൽ ശക്തമാക്കിയിട്ടുണ്ട്. മനീഷ് മഹിബാലാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.